എം.ടി. രമേശ് ബി.ജെ.പി. നേതാവ് 9 കോടി കൈക്കൂലി വാങ്ങിയെന്ന ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. മുൻ നേതാവ് എ.കെ. നസീർ. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് ആരോപണം. ബി.ജെ.പി. പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ളയോട് അന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ രമേശിനെതിരെ പാർട്ടി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്നും കേസിൽ പുനരന്വേഷണം നടത്തിയാൽ തെളിവുകൾ കൈമാറുമെന്നും എ.കെ. നസീർ കേരള ന്യൂസിനോട് പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിലുള്ള കേരള മെഡിക്കൽ കോളേജിൻ്റെ ഒരു 3-4 ഡയറക്ടർമാർ ഒരിക്കൽ എന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കോളേജിൻ്റെ അനുമതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 9 കോടി രൂപ രമേശ് വാങ്ങിച്ചു. 3 ഇടത്ത് വെച്ച് കോഴിക്കോട് വെച്ച് വാങ്ങിച്ചു, എറണാകുളത്ത് വെച്ച് വാങ്ങിച്ചു, ട്രിവാൻഡ്രത്ത് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അത് ഒന്ന് ശരിയാക്കി തരണമെന്ന് പറയാനാണ് വന്നത്. ഒരു ദിവസം ഒരു 6:30-ക്ക് ഞാൻ ഈ വിഷയം അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീധരൻപിള്ളയോട് സംസാരിച്ചു. അപ്പോൾ ശ്രീധരൻപിള്ള ഞങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ ശ്രീധരൻപിള്ള അപ്പം തന്നെ സംഘടനാ സെക്രട്ടറിയായി ഗണേഷിനെ വിളിച്ചു. ഗണേഷ് ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇദ്ദേഹത്തിനെ വിളിക്കാൻ പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റസാഖ് എന്നാണ്. അപ്പോൾ അബ്ദുൾ റസാഖിനെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ശ്രദ്ധയിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് നിങ്ങൾ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചോളാം പറഞ്ഞ് എൻ്റെ ഫോൺ എടുത്ത് ശ്രീധരൻപിള്ള സാറിലേക്ക് കൊടുത്തു. അതിൻ്റെ ശ്രീധരൻപിള്ള സാറായിട്ട് സംസാരിച്ച് ശ്രീധരൻപിള്ള സാർ ഇത് കേട്ടതിന് ശേഷം നേരെ സംഘടനാ സെക്രട്ടറി ഗണേഷിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഗണേഷ് അതൊരു കടലാസിൽ അദ്ദേഹം പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്തു. അങ്ങനെ എല്ലാം ടോട്ടൽ കൂട്ടിയതായിട്ട് 9 കോടി രൂപ പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇവർ എഴുതിയെടുത്തു. പക്ഷെ ഇന്ന് വരെ പാർട്ടി പ്രസിഡൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊടുത്തിട്ട് പോലും പാർട്ടി അതിലൊരു നടപടി എടുത്തില്ല. അർച്ചന ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അർച്ചന, കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഒന്ന്, രമേശ് 9 കോടി രൂപ വാങ്ങി. ആ 9 കോടി രൂപ നൽകിയവർക്ക് ആ പണം നഷ്ടപ്പെട്ടു, മെഡിക്കൽ കോളേജിന് അനുമതിയും കിട്ടിയില്ല. അത്രയാണ് നമുക്ക് എ.കെ. നസീർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം, ശ്രീധരൻപിള്ളയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ സംഘടനാ സെക്രട്ടറി ഗണേഷിനും ഇക്കാര്യം അറിയാമായിരുന്നു. വളരെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. പണം പോയി ഒരു കൂട്ടരുടെ. തീർച്ചയായും സിജു, ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ എം.ടി. രമേശിനെതിരെ ബി.ജെ.പി. മുൻ നേതാവായിരുന്ന എ.കെ. നസീർ ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ പാലക്കാട് ചെർപ്പുളശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്താണ് ഈ 9 കോടി രൂപ കൈക്കൂലിയായി വാങ്ങിയതെന്നാണ് നസീർ ആരോപിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീധരൻപിള്ളയോട് അന്ന് തന്നെ താൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു എന്നും എന്നാൽ തുടർ നടപടികളൊന്നും എം.ടി. രമേശിനെതിരെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് അദ്ദേഹം പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ കോഴ വാങ്ങിയതിന് കൃത്യമായ തെളിവ് തന്റെ പക്കലുണ്ടെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തിയാൽ അതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറാമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രധാനമായും എം.ടി. രമേശ് പറയുന്നത് വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ അന്നൊന്നും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നില്ല എന്നാണ്. അതും പൂർണ്ണമായും ഇപ്പോൾ അദ്ദേഹം തള്ളുകയാണ്. അതായത് അന്ന് വിജിലൻസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ എ.കെ. നസീർ പറയുന്നത്. 3 ഇടങ്ങളിൽ നിന്നായി പല തവണയായി ഇദ്ദേഹം പണം വാങ്ങിയെന്നാണ് പറയുന്നത്. അത് എറണാകുളം, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ വെച്ച് 3 തവണയായി ഇത്തരത്തിൽ 9 കോടിയോളം രൂപ വാങ്ങിയെന്നും ഈ 9 കോടി രൂപ വാങ്ങിയിട്ടും ഇത്തരത്തിൽ അനുമതി നൽകാതായതോടെയാണ് ഈ ഡയറക്ടർമാർ, അതായത് ആശുപത്രി ഡയറക്ടർമാർ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട്, നസീറിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും തുടർ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ളയോട് ഈ കാര്യങ്ങൾ. ഏതായാലും ബി.ജെ.പി. നേതാവ് എം.ടി. രമേശിനെതിരെ ഗുരുതര ആരോപണം. 9 കോടി രൂപ മെഡിക്കൽ കോളേജിന് അനുമതി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 9 കോടി രൂപ വാങ്ങിയെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ എ.കെ. നസീർ, ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, ഉന്നയിച്ചിരിക്കുന്നത്.